ഇവിടെ അതുകൊണ്ട് എന്താണിത് അതൊരു വീഡിയോയിൽ നിങ്ങളുടെ മൂത്രം ഇങ്ങനെ വന്നത് സ്വർണം കെട്ടിച്ചെടി വെള്ളം കുടിച്ചോ? വെള്ളം വേണോ? എന്നൊരു കാര്യം ചെയ്യാം, അടുത്തതിൽ ഞാൻ പിന്നെ വരാം. ഞാന് വരാം അച്ഛൻ കേട്ടെ, ഞാൻ വരാം. ഞാനും അമ്മയും വരാം ബാക്കിലേക്ക്. ആ ആയിക്കോട്ടെ. അടുത്ത വണ്ടി നിർത്തണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അമ്മയും ബാക്കില. അല്ല അത് വേണം. അല്ല അതിനെ കൂട്ടാൻ കഴിയില്ല. അത് കൂടാതെ കഴിയില്ലല്ലോ. ശരി, നമുക്ക് പോട്ടെ ബാക്കിലേക്ക്. ഞാൻ വരട്ടെ. വേണ്ട ഞാനും പൊന്നും പിന്നെ എന്താണ് മനും കൂടി ചെക്കന്മാർക്ക് മൂത്രം ഒഴിച്ചിട്ട് സൗകര്യം കൊടുത്താൽ ഇപ്പൊ പറഞ്ഞ ഞാൻ ഒക്കെ മണിക്കൂർ കഴിഞ്ഞിട്ട് നിർത്താറുള്ളൂ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ അറിയില്ലേ. കുറെ നേരമായി പറയുന്നുട്ടോ കുട്ടികളുടെ മൂത്രം. ഉണ്ടായിരിക്കും ഒരു ഭാഗത്ത്. മറ്റേത് വണ്ടിയിലോട്ട് കേറി വഴിക്കാൻ ഒരു മൂത്രമൊക്കെ മുട്ടില്ല. മിണ്ടാതെ അവിടെ ഇരുന്നൊരു മതി. ആര് പൊന്നേട്ടനല്ലേ? എന്താ ഈ മൂത്രമൊഴിക്കാന്ന് പറഞ്ഞാലൊന്നും ഒരു മോശമല്ല. അവനെ ഇത് പോണ്ടത് പോണോ? അതിനോട് ഇറങ്ങണ വെച്ചപ്പോ വേണ്ട ഇവിടെ ഇത് മൂത്രം ഒഴിക്കാനൊന്നല്ല, സൈഡാക്കാനാ. ഇത് നമ്മളെ ഇത് മൂത്രം ഒഴിക്കാനുള്ള പാത്ര അല്ല. ഡ്രിങ്ക് അല്ലല്ലല്ല. അതാ ബസ് വന്നിട്ടാണ്. എല്ലാം കേരള വണ്ടികളാണല്ലോ. ഒന്നും കാണാനില്ല കൊടൈക്കനാലില്. അതിനേക്കാളും ബെസ്റ്റ് ഊട്ടിയാ. അതിനേക്കാളും രസമുള്ള സ്ഥലമാണ് നമ്മളെ തേക്കടി. ആനയുടെ പുറത്ത് കയറാൻ എന്തൊക്കെ സൗകര്യം അവിടെ. ബോട്ട് യാത്ര നടത്താം. നമുക്കത് പോണം കേട്ടോ. ദിവ്യ പോണ്ടേ? മൂകാംബിക പോവാണെച്ചാ പടിയും പോണം. എവിടെ? എന്താ പേര്? ഉടജാദ്രി. ആ അതാ, ഇത് രണ്ടും ഒറ്റ ട്രിപ്പല്ലേ? ജീപ്പില് പോണ്ടേ? ജീപ്പിലോ അവിടെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് 2 ദിവസം 2 ദിവസം തട്ടാം. മലയാള തണുപ്പ് പോയാൽ ഭയങ്കര തണുപ്പായിരിക്കും. മഞ്ഞുള്ള സമയത്ത് അത് കൂടുതലാ. ഡിസംബറിൽ പറ്റില്ല. ജനുവരി ഫെബ്രുവരി. എടാ എതിരെ വരുന്ന വണ്ടി പോവോ? ഏത് വഴി? എടാ എതിരെ വരുന്ന വണ്ടിക്ക് പോ സ്ഥലം വേണ്ടേ?
എതിരെ വരുന്ന വണ്ടിക്ക് പോകാനുള്ള സ്ഥലം ഉണ്ടോ നോക്കിയിട്ടല്ലേ ഞങ്ങൾ നിർത്തുക. വെയിലൊന്നും പ്രശ്നമില്ല. വെയിലോ? ഒന്ന് മൂത്രമൊഴിക്കാനാ? തന്നെ അതൊന്നും വേണ്ട. എതിരെ വരുന്ന വണ്ടിക്ക് പോകാൻ സ്ഥലം ഉണ്ടെങ്കിൽ അപ്പൊ നിർത്തും. എന്താണ് എന്റെ കുട്ടി എണീറ്റടി. ഇറങ്ങുകയാണെങ്കിൽ അതാ ഒരു സ്ഥലം. എന്റെ പൊന്നുകുട്ടി എണീറ്റടി. ദിവ്യ എവിടെടി എന്റെ പൊന്നുകുട്ടി?